ഇനി AKG സെന്റർ ആക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. 2 യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കിയാണ് കുറ്റപത്രം നൽകിയത്. ആദ്യഘട്ട കുറ്റപത്രമാണ് തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ചത്. അഞ്ജു ജയപ്രകാശ് എഴുതുന്നു നമുക്കൊപ്പം. അഞ്ജു, 2022 സംഭവിച്ച ഒരു സംഭവമാണ് AKG സെന്റർ ആക്രമണം. അതിനുശേഷം നമ്മൾ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ കേട്ടു, വാദി പ്രതിയാവുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഒടുവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്? ആദ്യഘട്ട കുറ്റപത്രമാണെന്ന് മനസ്സിലാക്കുന്നു. സേതു സൂചിപ്പിച്ചതുപോലെ 2022 ജൂലൈ 1 ഈ AKG സെന്ററിന്റെ മുന്നിലേക്ക് സ്കൂട്ടറിലെത്തിയ ആൾ പടക്കമെറിഞ്ഞ് ആ സംഭവം വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും അടക്കം ഇടയുണ്ടാക്കിയ സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇപ്പോൾ ഈ 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതിയാക്കിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രമുള്ളത്. പ്രധാനമായും ഈ 85-ാം ദിവസമായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം ഇതിലെ പ്രതിയായിട്ടുള്ള കഴക്കൂട്ടം ആറ്റിപ്ര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഈ വി ജിതിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഈ KPCC ഓഫീസിനെതിരെ അടക്കം DYFI പ്രതിഷേധം നടത്തിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം എന്നായിരുന്നു ഇതിന്റെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പ്രധാനമായിട്ടും. പിന്നീട് ജിതിന് സ്കൂട്ടർ എത്തിച്ചു നൽകിയ സുഹൃത്തായിട്ടുള്ള നവ്യ പിടിയിലാകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ സംഭവത്തിന്റെ സൂത്രധാരനാണെന്ന് കരുതുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാനെയും ആക്രമണത്തിനെത്തിയ ആ വാഹനത്തിന്റെ ഉടമയായ സുധീഷിനെയും ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് ആയിട്ടില്ല. ഇരുവരും വിദേശത്തേക്ക് കടന്നെന്നാണ് കരുതുന്നത് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഇവർക്കെതിരെ പ്രത്യേക കുറ്റപത്രം നൽകാനുമാണ് തീരുമാനം. ഇത്തരം കാര്യങ്ങളാണ് നിലവിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത്. ശരി അഞ്ജു, അങ്ങനെ AKG സെന്റർ ആക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കിയാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്.